ആക്ഷേപഹാസ്യ പാരമ്പര്യത്തിന്റെ തറവാടാണ് കേരളം. വ്യക്തിയെയോ സംഭവങ്ങളെയോ പ്രസ്ഥാനങ്ങളെയോ പരിഹാസരൂപേണ വിമർശിച്ചും വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ച് അനുവാചകരെ ചിരിപ്പിച്ചും മുന്നേറിയ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ പാരമ്പര്യമുള്ള മണ്ണിൽ ക്രിയാത്മകമായ സാമൂഹിക വിമർശനത്തിന്റെ കാൻഡിഡ് ക്യാമറ ദൃശ്യവഴികൾ തുറന്ന ടെലിവിഷൻ പരിപാടിയാണ് ഓ മൈ ഗോഡ്. അമേരിക്കൻ ടെലിവിഷൻ നിർമ്മാതാവും സംവിധായകനുമായ അലൻ ഹണ്ട് ആരംഭം കുറിച്ച കാൻഡിഡ് ക്യാമറ എന്ന പാശ്ചാത്യ ദൃശ്യാശയത്തിന്റെ മലയാള രൂപങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഏറ്റവും ജനപ്രിയമായ ടെലിവിഷൻ പരിപാടി. അതാണ് 400 എപ്പിസോഡുകൾ പൂർത്തിയാക്കുന്ന ഓ മൈ ഗോഡ്. ഓ മൈ ഗോഡ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ബിക്കോസ് പല സമയത്തും കാലത്ത് നമ്മളിങ്ങനെ എഴുന്നേറ്റിട്ട് വല്ലതും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ഓ മൈ ഗോഡിൻ്റെ ഒരു എപ്പിസോഡ് വരുന്നു. അത് കണ്ടാൽ പിന്നെ ഞാൻ അറിയാതെ അതിൻ്റെ കണ്ടിന്യൂസ് 1-2 പുറകിലെല്ലാം കണ്ട് സമയം പോവും. ചിലപ്പം എഴുന്നേക്കേണ്ട സമയമൊക്കെ തെറ്റിപ്പോയിട്ടാണ്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് പ്രോഗ്രാം. കീപ് ഡൂയിങ്. ചതിക്കും വഞ്ചനയ്ക്കും ഞാൻ കൂട്ടു നിന്നിട്ടില്ല. 15 വർഷമായി, 1-2 വർഷമല്ല 15 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും എപ്പിസോഡുകൾ നമുക്കും കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ, അതായത് നമ്മുടെ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ജനങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല വിമർശനങ്ങൾ തന്ന് നമ്മളെ മുന്നോട്ട് നയിച്ച പ്രേക്ഷകരുണ്ട്. എല്ലാവരോടും ഈ അവസരത്തിൽ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. മലയാളിയുടെ മനസ്സിൽ മായാത്ത ചിരിക്കഥകൾ നിറച്ച ഓ മൈ ഗോഡിന്റെ 400 താളുകളിൽ പിറന്നത് വ്യത്യസ്തമായ അനുഭവ കഥകളായിരുന്നു. പ്രാങ്ക് ചെയ്യുന്നയാളെ അപ്രതീക്ഷിതമായി ഒരു വിഷയത്തിൽ പെടുത്തുന്നതും പ്രാങ്കിനെത്തിക്കുന്നവരോടുള്ള വിശ്വാസത്തിൽ സജീവമായി വിഷയത്തിൽ ഇടപെടുമ്പോൾ പ്രാങ്ക് വല മുറുകാറുണ്ട്. ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് റിസ്ക് തന്നെയാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം എന്ത് സംഭവിക്കും, അടുത്ത എന്താണിത് സ്ക്രിപ്റ്റഡ് അല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് ബൈൻഡപ്പ് ചെയ്യുമ്പോഴേ അറിയാമോ ഈ റൂട്ടിലായിരുന്നല്ലോ എന്ന് ആലോചിക്കുക. കാരണം നമ്മൾ ഒരു ത്രെഡ് കണ്ടുപിടിക്കും, ചിലപ്പോൾ ആ ത്രെഡിൻ്റെ രീതിയിലായിരിക്കും ചിലപ്പോൾ പോകുന്നത്. ചിലപ്പോൾ അത് വിട്ട് വേറെ, കാരണം വന്നു ചേരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ മുമ്പ് വന്ന് എത്തുന്ന ആൾക്കാർ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുന്നത്, എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ശരിക്കും ഒരു കെണിയാണെന്ന യാഥാർത്ഥ്യം അറിയുമ്പോൾ കഴിഞ്ഞുപോയ നിമിഷത്തെക്കുറിച്ചോർത്ത് ചിരിക്കാറുണ്ട്. പ്രാങ്കിന് വിധേയനാകുന്നയാൾ പ്രാങ്ക് വലയിൽപ്പെട്ടു എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കുന്ന സന്ദർഭങ്ങളിൽ അറിയാതെ വിരിയുന്നത് പൊട്ടിച്ചിരികളും ചമ്മൽ നിറഞ്ഞ മുഖങ്ങളുമാണ്. ഇതാണ് ഓ മൈ ഗോഡ്, ഇതാണ് ഓ മൈ ഗോഡ്. ശരി പറഞ്ഞ മണിക്കൂറുകൾ നീണ്ട ടെൻഷന്റെ പര്യവസാനത്തിൽ ജീവിതത്തിൽ ഒരിക്കലും മായാത്ത ചിരിക്കഥയായി പ്രാങ്കുകാരന്റെയും പ്രേക്ഷകന്റെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കും ഓ മൈ ഗോഡ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കോമഡി പ്രോഗ്രാമാണ്. കാത്തിരുന്ന് കാണാറുണ്ട്. നല്ല പ്രോഗ്രാമാണ്. നമ്മുടെ മനസ്സ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒന്ന് കണ്ടു ചിരിക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണിത്. എന്റെ പേര് മൂർത്തിയാണ്. എന്റെ പേര്. ഇവിടെ ടോയ്ലറ്റിന്റെ കംപ്ലൈന്റ് പറഞ്ഞാരാ? ഭയങ്കര സ്മെല്ലാണ്, ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് ഈ അറിയാതുള്ള ആൾക്കാരെ മുഖത്തിന്റെ ഇങ്ങനെ നോക്കണം. ആഹാരം കഴിച്ചതാണല്ലേ അഭിഷേക്? റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് നമുക്ക് ചില കോമഡികൾ ഇഷ്ടപ്പെടും. ആൾക്കാർക്ക് അത് മനസ്സിലാവാണ് ചെയ്യുന്നത്. കാണുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും ചിലത് ബാക്ക് അടിച്ച് കാണാൻ തോന്നും. നിനക്കില്ലാത്തത് എന്റെ കുറവല്ല. ഉടായ്പ ഇവിടെ കാണിച്ചിട്ട് നിന്ന് ഷോ കാണിക്കുന്ന അടിച്ച് തിരുത്തായി കേട്ടോ.
ഒരല്പം ഞാൻ മാറി നിന്ന് ചായ കുടിക്കാൻ പോയപ്പോൾ മുഖം കറുത്ത് കരിവാളിക്കുക, മുഖത്ത് കുരുക്കൾ, മുഖത്ത് കുരുക്കൾ എന്നിവ മാറ്റാം. അങ്ങടെ ഒറ്റ പ്രോഡക്റ്റ് മതി. ഞങ്ങളുടെ ഒറ്റ പ്രോഡക്റ്റ് മതി. വ്യത്യസ്തമായ ഭാഷയും വേഷവും നിറച്ച പ്രാങ്ക് കഥകളിലെ കഥാപാത്രങ്ങളായി ഓ മൈ ഗോഡിലെ താരങ്ങൾ നിറഞ്ഞാടി. ഓ മൈ ഗോഡിലെ ചില വർത്തമാനങ്ങൾ ചിരിയുടെ രസച്ചരട് പൊട്ടിച്ചു. നിങ്ങൾ കുറെ നേരത്തെ പറയണല്ലോ നിങ്ങൾക്ക് ടെക്കഡോ പാർക്കിൽ ഇതായിരുന്ന ജോലി. എന്തോന്ന് ചേട്ടാ നിങ്ങൾ ഈ പൈസ എന്തോന്ന്? അപ്പൊ നിങ്ങൾ ഈ 2 കോടി വരെ നിങ്ങൾ തീർത്ത് കാണുമല്ലോ ചേട്ടാ. എന്തെന്നിങ്ങനെ കാണിങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ എപ്പിസോഡും വെറൈറ്റി, കുറേ കൂടി വെറൈറ്റി. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ലോക്കലായിട്ട് വന്ന് ആൾക്കാരെ പറ്റി ആ ഒരു സെറ്റപ്പ് കുറേ കൂടി ഇഷ്ടമാണ്. നെഞ്ചിലെ കുഴി എടുക്കല്ലേ അണ്ണ എവിടെ ആളെന്ന് ഒന്ന് ഞാൻ കാണണ്ടേ? എന്റെ അങ്ങനെ ആള് നിൽക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ശക്തിയുള്ള ആളാണ്. ഒരു എപ്പിസോഡായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല. നമ്മുടെ രാജൻ എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിയുടേതായാലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള എപ്പിസോഡ് തെങ്ങ് കയറ്റത്തിൻ്റെത്, അതൊക്കെ നല്ല നല്ല ഇതായിരുന്നു. താങ്കൾ ചത്തുപോയാലോ? എന്റെ അപ്പം കാഞ്ഞിരപ്പള്ളി ഒരു റോഡ് വർത്തമാനം പറയുന്നില്ല. കാലാകുമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പിടിച്ച് വലിച്ച് കയറ്റരുന്നറിയാം. വേഗം ആവട്ടെ രായ. കുറച്ച് പൊങ്ങി കേട്ടോ. ആ കുറച്ച് പൊങ്ങി. എനിക്ക് വയ്യാളിയാ. അല്ല ചെളി പോണ കളി ചെളി അല്ലയാ പൊക്കളിയാ. ഒരു ലേഡിയുടെ ഇങ്ങനെ വെടിവെക്കുന്ന ഒരു സീനുണ്ടല്ലോ, ലേഡി അവർ തോക്ക് പഠിപ്പിക്കുന്നത്, ഗണ്ണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത്, അത് വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. അത് കണ്ട് വളരെ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനു വടി വയ്ക്കാൻ അറിഞ്ഞു തുടങ്ങി പിന്നെ വെടി വെച്ചാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു കള്ളത്തോക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ വെടി വെച്ചാൽ നിങ്ങൾ എന്തിനാ ഇത്രയും തോക്കൾ? ഞാൻ പറഞ്ഞില്ല ആമ് റെഡിയല്ല, ആമ് ശരിയല്ല എന്ന്. ഈ തോക്കിനെ പറ്റുമോന്നും ചേട്ടാ എനിക്ക് അറിയത്തില്ല ചേട്ടാ. അപ്പൊ എന്റെ ഭാര്യയെ കൊന്നാ അതിന് പറയും ഞാൻ ചത്തോളാം. ഗ്യാസ് വല്ലാത്തൊരു ഗ്യാസ് ആണല്ലോ. ന്യായമായ ഒരു ചോദ്യമാണ്. കാരണം ഇത്രയും വർഷമായിട്ട് ഈ പ്രോഗ്രാം ചെയ്യുന്ന ഇവരെ തിരിച്ചറിഞ്ഞൂടെ എന്ന് ചോദിക്കും. സ്വാഭാവികം, തിരിച്ചറിയപ്പെടുന്നുണ്ട്. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പകുതിയിൽ വെച്ചിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഷൂട്ട് പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് ടെലികാസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അത് മനസ്സിലാകാത്തത്. നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നതെല്ലാം തന്നെ ജെനുവിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. നമ്മൾ ഈ അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു സംഭവമോ സ്ക്രിപ്റ്റഡോ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമേ അല്ല. സത്യത്തിൽ ഡിഗ്രി പഠിച്ചിട്ടുണ്ടോ? ഡിഗ്രി സയൻസ് ഏതാ എടുത്ത് പഠിച്ചത്? ഈ പൊട്ട പെണ്ണുങ്ങളെ വിളിച്ചോണ്ടുള്ളതാണ് അവസ്ഥ. 2000 രൂപ തന്നെ. ചിരി മാത്രമല്ല ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന് സമ്മാനിക്കാൻ കഴിയുന്നതെന്ന് ഓ മൈ ഗോഡ് തെളിയിച്ചു. കേരള കൗമുദി ചാനലിനോട് വളരെ അഭിനന്ദനം അറിയിക്കുകയാണ്. കാര്യം ഇത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യുകയും സമൂഹത്തിന് ഒത്തിരി പ്രയോജനം ചെയ്യുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ലൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. വേദനിക്കുന്നവരുടെ മുന്നിലേക്ക് ഞങ്ങളെത്തി. രോഗികളായുള്ളവർക്ക് സാന്ത്വനമായി ഞങ്ങളൊപ്പം നിന്നു.
ഭക്ഷണവും പാർപ്പിടവുമില്ലാത്തവർക്ക് അതെത്തിച്ചു നൽകാൻ ഞങ്ങൾ ശ്രമിച്ചു. ഈ കാലഘട്ടത്തിൽ ആരുമില്ലാത്തവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നത് വളരെ വിരളമാണ്. ചിലരൊക്കെ ചാരിറ്റി പ്രവർത്തനം പറയുമെങ്കിലും അതുവഴി ഏണിംഗ് ചെയ്ത് സ്വന്തം താല്പര്യത്തിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ച് ആ പ്രോഗ്രാമിലൂടെ ചാരിറ്റി പ്രവർത്തനം നടത്തുക. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഓ മൈ ഗോഡിൻ്റെ ഒരു എപ്പിസോഡ് എടുക്കാൻ വേണ്ടി വന്നു. അന്ന് ഞാൻ കണ്ടു. അന്ന് തന്നെ അവർ പറയുകയുണ്ടായി, തൊട്ടടുത്ത ഒരു സ്ഥലത്ത് ഒരു ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നു എന്നത്. അത് ഏറ്റവും നല്ല കാര്യമാണ്. മലയാളിയുടെ പ്രിയ താരങ്ങളെ ഞങ്ങൾ വെറുതെ വിട്ടില്ല. വളരെ മോശം. സിനിമാ താരങ്ങൾ, മിനി സ്ക്രീൻ താരങ്ങൾ, ടെലിവിഷൻ അവതാരകർ എന്നിവർക്ക് ഞങ്ങൾ ഓ മൈ ഗോഡിലൂടെ പണി കൊടുത്തു. കുട്ടിയുടെ മര്യാദക്കുള്ള ഫോട്ടോ അല്ലേ ചോദിച്ചുള്ളൂ. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എന്തിനാ? എന്റെ ഫോട്ടോ എന്തിനാ? കണ്ടോണ്ടിരിക്കാൻ. എപ്പോ വാങ്ങിച്ചു തരും? എവിടെ കണ്ടിട്ടുണ്ടോ? കമ്മ്യൂണിറ്റിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം. നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനത്തിലാണ് നമ്മൾ ഇനി മുന്നോട്ടുള്ള കാര്യം. നിങ്ങൾ കാണുക, അടുത്തവനോട് പറയുക, അടുത്തവൻ 2 പേരെടുത്ത് പറയുക, 2 പേര് 4 പേരെടുത്ത് പറയുക, 4 പേര് 8 പേരെടുത്ത് പറയുക, 8 പേര് 16. ഇങ്ങനെ ഒരു വൻ ചെയിൻ ആയിട്ട്. അത് എനിക്ക് ബോധമില്ലേ? എന്തോ വണ്ടി ഇതിനകത്ത് ഇടാൻ പറ്റില്ല. മുതലാളിയുടെ പ്രത്യേക ഓർഡറാണ്. നിങ്ങൾ വണ്ടി എടുത്തിട്ട് ഇവിടെ ഉള്ള വണ്ടി, ഈ കിടക്കുന്ന എല്ലാം മുതലാളിയുടെ വണ്ടിയാണ്. ഇതെല്ലാം മുതലാളിയുടെ വണ്ടിയാണ്. ഇതെല്ലാം മുതലാളിയുടെ വണ്ടി. മുതലാളിയുടെ വണ്ടി അല്ലാതെ വേറെ ഒരു വണ്ടി ഇവിടെ കയറ്റിയിട്ടില്ല. ഞങ്ങളെ ഇവിടെ നടക്കൂല. ഇവിടെ പരിപാടി നടക്കൂല. അത് മുതലാളിക്ക് ചിലപ്പോൾ 50 വണ്ടി പോകണമെന്ന് തോന്നും. എന്റെ കൈ വൃത്തിയിടാക്കാൻ പറ്റാത്തതാണ് ഞാൻ ഇട്ട് തരാം. രാഷ്ട്രീയ രംഗത്തുള്ളവരെയും ഞങ്ങൾ വെറുതെ വിട്ടില്ല. വണ്ടി എടുത്ത് ക്രെയിൻ എടുത്ത് ഞാൻ പറയുന്നത് കേൾക്കുക മാഡം. നിങ്ങൾക്ക് കുട്ടപ്പ മേശയുടെ കഥ അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കുട്ടപ്പൻ മേശയുടെ കഥ ഇത് അനീതിയാണ്, അന്യായമാണ്. പ്രാങ്ക് ഗണിയിൽ അകപ്പെട്ടു പോയവരിൽ പൊട്ടിക്കരഞ്ഞും ഭീഷണിപ്പെടുത്തിയും രക്ഷപ്പെടാൻ ശ്രമിച്ചവരുണ്ട്. പ്രാങ്ക് വലയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവനാഴിയിൽ നിന്നും അവസാന അമ്പും ആയുധമാക്കിയവരെ ഓ മൈ ഗോഡ് കണ്ടു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കടയ്ക്കകത്ത് ഓണറിൻ്റെ ഹസ്ബൻഡാണ് വന്ന് രാവിലെ അവരറിയാതെ വന്ന് എല്ലാം തുറന്ന് തന്ന് ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കട മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, മോഷ്ടാക്കൾ അതിനകത്ത് ഉണ്ടും താനും. ഇവരൊരു 9 മണിയാകുമ്പോൾ ഷാർപ്പ് വന്ന് തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ താക്കോല് ഹസ്ബൻഡ് തുറന്ന് ഞങ്ങളെ അതിനകത്താക്കി എല്ലാം വെൽ സെറ്റാക്കിയതിന് ശേഷം ഇദ്ദേഹം പൂട്ടി പോയി. അപ്പോൾ അത്രയും സമയം ഇവർ പോയി അവരറിയാതെ സ്ഥിരം താക്കോൽ വെക്കുന്നിടത്ത് വച്ച് ഓണർ ആ താക്കോൽ എടുത്തുകൊണ്ട് വരണം. അത്രയും സമയമുണ്ട്. ഈ സമയം ഞങ്ങൾ ക്രൂ മൊത്തം ഇങ്ങനെ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ എപ്പോഴാണ് വന്നു കയറുന്നത് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് വന്ന് തുറന്ന് അകത്ത് കയറുകയും ഞങ്ങൾ ചാടി ഇറങ്ങി കഴുത്തിലും കാതിലും ഉള്ളതൊക്കെ ഊരിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ ആകെ പേടിപ്പിക്കാം. അന്ന് കയ്യിലിരുന്ന പേനാക്കത്തി, നല്ല മൂർച്ചയുള്ളൊരു പേനാക്കത്തിയിട്ട് കുത്തുകയും ചെയ്തു. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയായിരിക്കും ഇവർ പ്രതികരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ, കാരണം അതിൽ നിന്ന് രക്ഷപ്പെടണം, എങ്ങനെയും അകത്ത് പെട്ടുപോയി. ഈ 2 കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. കാരണം സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഓരോരുത്തരും വാർത്തകൾ എങ്ങനെയാണ്, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അവർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് പ്രതികരിക്കുകയാണ്. പ്രാങ്കിന്റെ അവതരണത്തിനിടയ്ക്ക് അവതാരകരെ തിരിച്ചറിഞ്ഞ നിരവധി നിമിഷങ്ങളുമുണ്ടായി. ടെലികാസ്റ്റ് ചെയ്യാനാവാതെ മാറ്റിവെച്ച എപ്പിസോഡുകളും നിരവധിയാണ്. മലയാളിയുടെ ആഘോഷ നാളുകളിൽ ഓ മൈ ഗോഡും ചിരിയുടെ ആഘോഷച്ചെപ്പ് തുറന്നു. അപ്പൊ കുഞ്ഞമ്മയും മോളും കൂടെയാണ് ഈ മദ്യം കച്ചവടം അല്ലേ ഇവിടെ? ഭാര്യയുടെ പ്രശ്നത്തിൽ ആത്മഹത്യയുള്ള ശ്രമത്തിലിരിക്കുകയാണ്. പുള്ളി എന്തായാലും പിന്തിരിപ്പിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അവൻ്റെ ലക്ഷ്യമായിരുന്നു. ഇനി പരിഹാരം ഒറ്റ ഇതേ ഉള്ളൂ, ആഴത്തിലേക്ക് ഒറ്റ കുതിപ്പ്.
മഞ്ചലുമായി വന്നു നിൽക്കും ഇത് കേൾക്കുമ്പോ തന്നെ ഒരു ഇതിനേക്കാൾ കുറച്ച് ദിവസം നിങ്ങളിപ്പോ ഈ ഒരു കൈവിട്ട ഒരു കുടുംബം രക്ഷപ്പെടും. സമൂഹത്തിലെ കാഴ്ചകളെ ഞങ്ങൾ ഹാസ്യാത്മകമായി അവതരിപ്പിച്ചു. മലയാളിയെ പറ്റിക്കാൻ ശ്രമിക്കുന്ന രീതികളെ ഞങ്ങൾ ഏറെ പ്രാധാന്യത്തോടെ തന്നെ അവതരിപ്പിച്ചു. ആദ്യം ഞാൻ പരമാവധി ഒന്ന് ഒഴിഞ്ഞു നോക്കാൻ നോക്കി. അപ്പോൾ പിന്നെ അനിയനെ വിടുന്നില്ല. അത് സഖാവ് ഒന്ന് പറഞ്ഞാലേ കേൾക്കുള്ളൂ, നിങ്ങളൊന്ന് പറഞ്ഞാലത് അവർ കേൾക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു ഞാൻ വന്ന് പറഞ്ഞാൽ തീരുന്നതാണെങ്കിൽ അങ്ങ് വന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാം എന്ന് പറഞ്ഞു. ജീവിതവും ജീവനും ഒക്കെ പോയാലേ കോടതി കയറി ഇറങ്ങി അടക്കേണ്ടി ജീവിതം പാഴായിക്കൊണ്ടു. രണ്ടാമത് അവിടെ പോയപ്പോഴത്തേക്കും ഇവരുടെ പെർഫോമൻസ് അത് എന്തായാലും തകർത്ത് കളഞ്ഞു. തൂങ്ങിച്ചത്തൂടെ സാറേ. അയ്യോ ഇതെന്റെ ബന്ധു ആവണെന്നേക്കാളും അങ്ങ് ചത്തേക്കണം. ഏത് മനുഷ്യനായാലും വിശ്വസിച്ചു. അത്ര ഗംഭീരമായിട്ടായിരുന്നു അവരുടെ ആ 3 ആർട്ടിസ്റ്റുകളുടെയും പ്രകടനങ്ങളും പെർഫോമൻസ്. ഒരു സ്ക്രിപ്റ്റ് കൊടുത്ത് വായിച്ച് അഭിനയിക്കാം, അത് സാധാരണ ഒരു ഇരുത്തം വന്ന നടന് കഴിയുന്നതാണ്. എന്നാൽ അവർ തന്നെ 3 ആർട്ടിസ്റ്റുകളും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ലൈവായിട്ട് അപ്പോഴേ തന്നെ ഡയലോഗ് ഉണ്ടാക്കി പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, വലിയ കഴിവാണ്. അത് അവരുടെ ആ കലാകാരന്മാരെ നമ്മൾ ആദരിച്ചേ പറ്റുള്ളൂ. പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് ഒരാളിന് കാശ് കൊടുക്കാണ്ട്, അത് എൻ്റെ കാശെന്ന് പറഞ്ഞാലേ അവർ തിരിച്ചു തരുള്ളൂ. അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നത്. കമ്പെടുത്ത് തരാൻ പറഞ്ഞു, അത് ഇവിടെ കമ്പ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് കയറെന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു, കെട്ടാൻ പറ്റി. ഇയാളെ കെട്ടിയിട്ട് ഞാൻ അവിടെ പെട്ടുപോയി. അപ്പം എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് പോയും വേണം. അങ്ങനെ ഞാൻ അവിടെ കുടുങ്ങിപ്പോയി. ചില വിശ്വാസങ്ങളിൽ ഇപ്പോഴും അടിയുറച്ചു വിശ്വസിക്കുന്നവരാണ് മലയാളികൾ. ഇത്തരം പ്രാങ്കുകളിൽ പേടിച്ചു വിറച്ചോടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുണ്ട്. ഓ മൈ ഗോഡ് കഥകളിൽ ഗോസ്റ്റിന് പ്രാധാന്യം നൽകിയ എപ്പിസോഡുകളും നിരവധിയാണ്. ഇനിയും ഞങ്ങൾ കാത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ എപ്പിസോഡുകൾ കാണിക്കും എന്നുള്ളതാണ് ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശംസിക്കുന്നത്. തെറ്റുമ്പോൾ തിരുത്തിയും ഒപ്പം ചിരിച്ചും ഉള്ളിൽ തട്ടുന്ന പ്രോത്സാഹനം നൽകിയും നിങ്ങൾ നടത്തുന്ന അനുയാത്ര തുടരുക. ഞങ്ങളുണ്ട് ചിരിപ്പിക്കാൻ. 400 എപ്പിസോഡുകൾ പിന്നിടുന്ന ഓ മൈ ഗോഡിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. 400 എപ്പിസോഡ് പിന്നിടുന്ന ഓ മൈ ഗോഡിന് കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും. 400 എപ്പിസോഡുകൾ പിന്നിടുന്ന ഈ ഓ മൈ ഗോഡ് എന്ന പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധമായ ആശംസകളും. വരൂ, ആരുടെയും ഹൃദയം മുറിപ്പെടുത്താതെ ഈ ചിരിവണ്ടിയിൽ കയറി ചിരിച്ചു ചിരിച്ച് നമുക്ക് യാത്ര തുടരാം.